ഇങ്ങനെ വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റർ ഹോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഹലോ വാട്ട്സപ്പ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുണ്ടല്ലോ, ഈ ബാക്ക് ഈ ടെയിൽ അല്ലാതെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതും മാറ്റിയിട്ട് നമ്മളിപ്പം എൽ ക്ലാമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. എൽ ക്ലാമ്പ് വെച്ചിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും മേളിൽ അതായത് ഇവിടെ നിന്നും ഇത് കണക്ട് ചെയ്യും, ലെന്ത് ഉള്ളത്. മറ്റേത് ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഗൈസ്, ഇതാണ് ആ പഴയ നമ്പർ പ്ലേറ്റ്. അപ്പോൾ ഈ ക്ലാമ്പാണ് അവർ മാറ്റേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് നമ്മൾ ഈ ക്ലാമ്പ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് വയ്ക്കുന്ന വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഈ ക്ലാമ്പ് യൂസ് ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് 10-ൻ്റെ 2 ബോൾട്ട് വേണം. ഈ ബോൾട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വാഷേഴ്സും വേണം. സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് കയറ്റാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഈ ചെളി ഇറക്കായിരിക്കാൻ എന്തെങ്കിലും ഒന്ന് കവർ ചെയ്യണം. കവർ ചെയ്യാൻ വേണ്ടി എന്തുണ്ട്, ഇപ്പം ഏതെങ്കിലും ഒരു ഫൈബർ പീസുകൾ എടുക്കാമല്ലേ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ചെളി ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഫൈബർ പീസ് വയ്ക്കാൻ പോവുകയാണ്. ഇതാണ് ആ പീസ് നമ്മളിപ്പോൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വരച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ ഒരു വേറൊരു ഷേപ്പാണ്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളിതിൻ്റെ ഈ സൈഡ് രണ്ടും എൻഡും കട്ട് കളയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കയറാൻ ഇച്ചിരി പാടാണ്. നോക്കാം ഗൈസ്. ഇത് ക്ലാമ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇത് നൂത്ത ക്ലാമ്പാണ്. അപ്പോൾ ഇത് കണ്ടോ, വ്യത്യാസം കണ്ടോ. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു വൈസിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിൽ കയറുന്ന സ്പാനർ വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ. കറക്റ്റ് സെയിം ആയിട്ടുണ്ട്, കാണാമല്ലോ, പക്ക. അപ്പോൾ നമുക്ക് ഇനി സെറ്റ് ചെയ്യാൻ കാണാം. അപ്പോൾ ഇതിൽ രണ്ടിലും സാധാ ബോൾട്ട് ഇടുക. ഈ ക്ലാമ്പ് ഇവിടെ വയ്ക്കുക. ഇതിൻ്റെ പുറത്ത് ഈ വാഷർ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതേപോലെ ഇവിടെ വാഷർ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പിടിച്ചാൽ മതി, ബാക്കിയൊന്നും നോക്കണ്ട. അതിന് മുമ്പ് ഈ ബോൾട്ടുകളെല്ലാം എടുത്തിട്ട്, സോറി ബോൾട്ടല്ല, നെറ്റാണ്. ഓക്കെ, 4 നെറ്റ്. നമ്മൾ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തിന് നെറ്റിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇടാം അല്ലേ. അപ്പോൾ ഗൈസ്, ഇത് ഈ ക്ലാമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, സാധാ മറ്റേ നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്യുന്ന ക്ലാമ്പാണ്. ഇതാ ഇവിടെ നിന്ന് അലങ്കീസ് ഇത് ക്ലാമ്പ് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇതാ ഇതിങ്ങനെ വയ്ക്കും. ഓക്കെ, ഈ പീസ് ശ്രദ്ധിച്ചോ.
ഇതിങ്ങനെ വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റർ ഹോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ആ ഒരു സെറ്റപ്പ് ഇല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് വച്ചതിന് ശേഷം ഇത് ഫുൾ സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഈ നമ്പർ പ്ലേറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഇവിടെ ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഇത് കുറച്ചുകൂടെ പൊങ്ങി വരും. ഓക്കെ, കുറച്ചുകൂടെ പൊങ്ങി വരും. ഇവിടെ ടൈറ്റ് ചെയ്തിട്ടില്ല, കുറച്ചുകൂടെ പൊങ്ങി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്പർ പ്ലേറ്റും ഇൻഡിക്കേറ്റർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ അടിയിൽ കണ്ട ഒരു പീസ് ഇരിക്കുന്നത്, ആ പീസ് ഞാൻ ഫൈബർ പീസാണ് വെച്ചിരിക്കുന്നത്. ഇത് സാധാരണ നോർമൽ എൽ ക്ലാമ്പ് തന്നെയാണ്. കണ്ടോ, ആ ഇൻഡിക്കേറ്റർ എല്ലാം സെറ്റ് ചെയ്തത് കണ്ടോ. അപ്പോൾ ഇപ്പോൾ ബാക്ക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് വ്യൂ. ഈ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ പക്ക ഓക്കെ അല്ലേ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എങ്ങനെ ഒരു എൽ ക്ലാമ്പ് യൂസ് ചെയ്ത് നമുക്ക് ഇൻഡിക്കേറ്ററും നമ്പർ പ്ലേറ്റും വയ്ക്കാമെന്നുള്ളത് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. പഠിച്ചു കാണുന്നതല്ല, എല്ലാവർക്കും അറിയാം, എന്നാലും അറിവിടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.